പക്ഷെ അവർക്ക് ആയുഷിന്റെ പ്രീമിയം മാർക്കോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ സത്യാവസ്ഥ? ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ, അതായത് ആയുഷിന്റെ പ്രീമിയം മാർക്കുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് നല്ല ലബോറട്ടറികളാണ്, അതായത് ആയുർവേദിക്കായിട്ടുള്ള ലബോറട്ടറികളാണ്. അതിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള 2 ലബോറട്ടറികൾ ഉണ്ട്. ഒന്ന് മുൾട്ടാനി ഫാർമസ്യൂട്ടിക്കൽസും ആൻഡ് സൂര്യ ഹെർബൽസും. ഈ 2 ലബോറട്ടറികളിലെടുത്താണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഹെർബൽ പ്ലാന്റ് ഉള്ളത്. ഹെർബൽ പ്ലാന്റ് എന്തിനാണ്? ഹെർബ് വെച്ചിട്ടല്ലേ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയൊരു ഹെർബൽ പ്ലാന്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഹെർബൽ പ്ലാന്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം എടുക്കും? എടി വിളിച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടുവരണ്ടേ? വേണ്ടേ? അതിനേക്കാൾ നല്ലത് ഓൾറെഡി ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഹെർബൽ പ്ലാന്റ് ഉള്ള വലിയ ലബോറട്ടറി പക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള ഒരു ഫാക്ടറി, ആ ഫാക്ടറിയിൽ എന്ത് ചെയ്താൽ മതി? അവരോട് നമ്മൾ ടൈപ്പായിട്ട് നമ്മൾക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അവരുടെ ഫാക്ടറിയിൽ അവരുടെ ഹെർബ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. ആരുടെ അണ്ടറിൽ, ആരുടെ ഗൈഡൻസിൽ? DBA നാരായണന്റെ ഗൈഡൻസിൽ. അപ്പൊ ഇവിടെ നമുക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല പ്രൊഡക്റ്റുകൾ ഏറ്റവും വലിയ ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, എന്ന് പറയും. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ബിലീഫ് കൂട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് ഈ ഒരു സാധനം. ഓക്കെ, പല ആളുകളും മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് അയ്യേ ഞാൻ ഈ ടൂത്ത് പേസ്റ്റ് ഒന്നും ഉപയോഗിക്കില്ല, ഞാൻ ഡാബറിന്റെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ പറയാറ്? നിങ്ങൾ അവിടെ അല്ലേ അയ്യോ നെയ്പ്പോ അല്ലെ ഞാൻ ഡാബർ ഉപയോഗിക്കലുള്ളൂ എന്ന് പറയുന്നല്ലോ. യെസ്, അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ്. നോക്കിയോ, 40 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഫാർമസ്യൂട്ടിക്കൽ സയന്റിസ്റ്റ് ആണ് ആര്? നമ്മുടെ DBA നാരായണ. ഈ അദ്ദേഹമാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ആയുർവേദ ഹെർബൽ ഫാർമ ഫുഡ് 12 വർഷത്തിൽ കൂടുതൽ CSO ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആര്? ചീഫ് ഓപ്പറേറ്റീവ്. നമ്മുടെ ഈ കമ്പനിയുടെ ചീഫ് സയന്റിസ്റ്റ് ആണ് ആര്? മൈലോഷൽ. ഈ കമ്പനി DBA നാരായണ. ഫോർമർ ഡയറക്ടർ വിത്ത് ഹിന്ദുസ്ഥാൻ ലിവർ ആൻഡ് ഡാബർ. ഡാബറിന്റെയും ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെയും ഫോർമർ എന്താണ് മുന്നത്തെ സയന്റിസ്റ്റ് ആയിരുന്നു ഇയാള്. ഇന്ന് ഡാബർ മാർക്കറ്റിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന 80% പ്രൊഡക്റ്റുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് DBA നാരായണയാണ്. ഓക്കെ, ഡാബർ ചവനപ്രാശ് ആയാലും ശരി, ഡാബർ അമല കാശത്തൈൽ ആയാലും ശരി, ഡാബർ 2 ടൂത്ത് പേസ്റ്റ് ആയാലും ശരി, അതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് DBA നാരായണയാണ്. അയാൾ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് എവിടെയാ? ഹലോ, നമ്മുടെ കമ്പനിയിലാണ്. അയാൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കവചപ്രാശ്. ഡാബർ ചവനപ്രാശത്തിന് പകരം ക്വാളിറ്റി ഒന്നുകൂടെ കൂട്ടി. ഓക്കെ, അമല കാഷ് തൈലോ നമുക്കുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ട്, കണ്ടിട്ടുണ്ട് അല്ലേ? വാങ്ങണം. അതേ സമയത്ത് പിന്നെന്താ ഉള്ളത്? ടൂത്ത് പേസ്റ്റ്. നമുക്ക് 2 ടൂത്ത് പേസ്റ്റ് ഇല്ലേ? ക്വാളിറ്റി കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനം. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റിന്റെ പുറകില് ആരാണുള്ളത്? DBA നാരായണ സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഇത്രയും എക്സ്പേർട്ടുകളാണ് നമ്മുടെ കമ്പനീന്റെ പുറകില് ഉള്ളത്. ഓക്കെ, വലിയൊരു ടീമാണ്, വലിയൊരു നെറ്റ്വർക്കാണ്. അതേപോലെ തന്നെ ഡോക്ടർ KC ഗൗണ്ടൻ ആൻഡ് ഡോക്ടർ KK രാജേഷ് എന്ന് പറയുന്ന വ്യക്തികൾ. ഓക്കെ, ഈ KK രാജേഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹമാണ് നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ്. ഓക്കെ, എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? പ്രൊഫൈൽ എന്താ? പ്രത്യേകത എന്താ? ഇയാള് 2ാമത്തെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അയാളുടെ ജീവിതത്തില്, അയാളുടെ കരിയറിലെ അയാൾ 2ാമത്തെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. 2ാമത്തെ കമ്പനി MI ലക്ഷ്യം മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. 1ാമത്തെ കമ്പനി ഏതാ? ഹിന്ദുസ്ഥാൻ യൂണിയൻ ആണ്. നമ്മൾക്ക് എന്ത് വന്നിട്ടുള്ളത്? ഈ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇത് എവിടുന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്? 2008 പോൾസ് ആൻഡ് പിൽസർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഓക്കെ, അമേരിക്കക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, എക്കണോമിസ്റ്റ് ആണ്. അയാൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളതാണ് 2020 മുതൽ വേൾഡിൽ വെൽനസ് ഇൻഡസ്ട്രി ആണ് അത്ര വരാൻ പോകുന്നത്. 2008 പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള. ഓക്കെ, ഒന്ന് ആലോചിച്ചോ, 2020 മുതൽ വേൾഡ് ലോകത്തില് വെൽനസ് ഇൻഡസ്ട്രിയാണ് ബൂം ചെയ്യാൻ പോകുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതേപോലെ റാങ്ക് കയറി വരാൻ വേണ്ടി പറ്റും. ക്ലിയർ? അതാണ് ഞാൻ ഇവിടെ ആവശ്യകതയായിട്ട് പറയുന്നത്. ദെൻ അതേ സമയത്ത് നോക്കുക, എന്താണ് ഇതിന്റെ റോൾ ഓഫ് ഓർഗനൈസേഷൻ? ഈ റോൾ ഓഫ് ഓർഗനൈസേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇത് എവിടെ തുടങ്ങി, എന്ന് തുടങ്ങി? 2008
ഇതിൽ ഈ ഒരു സംഭവം, അതായത് ആയുഷ് എന്ന് പറയുന്ന സംവിധാനത്തെ പ്രാധാന്യത്തെ കുറിച്ച് ഗവൺമെന്റ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് വേണം. അതിനൊരു സീരീസ് ഓഫ് മീറ്റിംഗ് 2008 ഡിസംബർ 24 തീയതിയാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവസാനിക്കുന്നത് 2009 ഇത് തീരുമാനമാവുന്നത്. 2009 ജൂലൈ 27 QCI അണ്ടറിൽ ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്, കൺഫേം ആക്കുന്നത്. അതിനുശേഷം പിന്നീട് അതിനെന്ത് ചെയ്തു, ഗവൺമെന്റ് എന്ത് ചെയ്തു, അതിന് 2 സർട്ടിഫിക്കേഷൻ ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. ഉൽപ്പന്നങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കണം എന്നുള്ള ക്രൈറ്റീരിയ കൂടി കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ട് 2 ക്രൈറ്റീരിയ വെച്ചു. ഒന്ന് ആയുഷ് സ്റ്റാൻഡേർഡ് മാർക്ക്, 2 ആയുഷ് പ്രീമിയം മാർക്ക്. ഹലോ, യെസ്, 2 സർട്ടിഫിക്കേഷൻ. ഈ 2 സർട്ടിഫിക്കേഷന്റെ പ്രത്യേകത, ആയുഷ് സ്റ്റാൻഡേർഡ് മാർക്ക് കിട്ടിക്കഴിഞ്ഞ ഒരു ഉൽപ്പന്നം ഇന്ത്യക്കകത്ത് മാത്രമേ വിറ്റഴിക്കാൻ പാടുള്ളൂ. ആയുഷ് പ്രീമിയം മാർക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നം ഇന്ത്യക്ക് പുറത്തും കൊണ്ടുപോകാം. ഇന്ത്യക്ക് അകത്തും വിൽക്കാം, ഇന്ത്യക്ക് പുറത്തും കൊണ്ടുപോകാം. ഓക്കെ, 2 സർട്ടിഫിക്കേഷൻ ക്രൈറ്റീരിയ ആണ് ഗവൺമെന്റ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇതിനകത്തുള്ള ബേസിക് ക്രൈറ്റീരിയ എന്താണ് നോക്കിക്കുക. വിച്ച് ഈസ് ബേസ്ഡ് ഓൺ കംപ്ലൈൻസ് ടു ദ ഡൊമസ്റ്റിക് റെഗുലേറ്ററി റിക്വയർമെന്റ്സ്. അതാണ് ആയുഷ് സ്റ്റാൻഡേർഡ് മാർക്ക്, ഇന്ത്യക്ക് അകത്ത് മാത്രം. ആയുഷ് പ്രീമിയം ആണെങ്കിലോ അതിനൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കണ്ടീഷൻ? GMP. അതായത് ആയുഷ് എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിൽ വരുന്നതിന് മുന്നേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സർട്ടിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് GMP സർട്ടിഫിക്കേഷൻ ആണ്. GMP മീൻസ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്, GMP എന്നാണ്. ഈ GMP സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരു കമ്പനിക്ക് എന്ത് വേണം? അവർക്ക് WHO ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഓക്കെ, അതായത് ഇൻഗ്രീഡിയൻസ് മീൻസ് അതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ WHO അംഗീകാരമുള്ളതായിരിക്കണം. അത് ഉപയോഗിച്ചിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മിനിസ്ട്രി ഓഫ് ആയുഷിന് അപ്രൂവൽ മേടിക്കണം. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ആ ഇന്നുണ്ടാക്കിയ ആ ബാച്ചിന് കിട്ടും. ഇനി അങ്ങോട്ട് എല്ലാത്തിനും കിട്ടുന്നല്ല, ആ ബാച്ചിന് കിട്ടും. അപ്പൊ ഓരോ ബാച്ചിനാണ് എന്ത് കൊടുക്കുന്നത്? ആയുഷിന്റെ പ്രീമിയം മാർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ, GMP സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാച്ചിനാണോ കൊടുക്കുന്നത്? അല്ല. ഇന്ന് എനിക്ക് GMP സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 3 വർഷത്തേക്ക് എന്റെ കമ്പനിയിൽ കൂടി എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിലും ഉണ്ടാക്കിവിടാം. എന്നാൽ ആയുഷ് പ്രീമിയം പ്രത്യേകത എന്താണ്? ഞാൻ ഇന്നുണ്ടാക്കുന്ന ഈ ബാച്ചിന് മാത്രമേ ആയുഷ് പ്രീമിയം ഉള്ളൂ. നാളെ ഉണ്ടാക്കുമ്പോഴും ഇതേ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നാളെ എന്ത് കിട്ടുള്ളൂ? ആയുഷ് പ്രീമിയം കിട്ടുള്ളൂ. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് 10 വർഷത്തിലധികമായിട്ട് ആയുഷ് പ്രീമിയം മാർക്കുള്ള 27ഓളം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനി ഇന്ത്യയിലെ the one and only കമ്പനി, ആ കമ്പനി MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് അഹങ്കാരത്തോടുകൂടി പറയാം, അല്ല അഭിമാനത്തോടുകൂടി പറയാം, നമ്മൾക്ക് മാത്രമേ 27 ഉൽപ്പന്നം ഉള്ളൂ. അത് വേറെ ഒരുത്തനും ഇല്ല. ഓക്കെ, അപ്പോ നിങ്ങൾ പറ, നമുക്ക് അഭിമാനത്തോട് കൂടിയിട്ടല്ലേ ഈ പ്രൊഡക്റ്റ് വിൽക്കേണ്ടത്? ആണല്ലോ. ധൈര്യത്തോട് കൂടിയിട്ടല്ലേ വിൽക്കേണ്ടത്? യെസ്, അതാണ് നമ്മുടെ ഈ ബിസിനസിന്റെ അല്ലെങ്കിൽ നമ്മളെ ഈ പ്രൊഡക്റ്റുകളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ദെൻ അതേ സമയത്ത് നോക്കിക്കോ, ഈ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് സർട്ടിഫിക്കറ്റ്. ആയുഷ് സ്റ്റാൻഡേർഡ് മാർക്ക്, ആയുഷ് പ്രീമിയം മാർക്ക്. ഓക്കെ, ദെൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഗൂഗിളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെർച്ച് ചെയ്യാം. ഇതെല്ലാം കൂടെ ഇന്ത്യയിൽ എത്ര ഉൽപ്പന്നങ്ങൾക്ക് ആയുഷിന്റെ പ്രീമിയം മാർക്കുണ്ട്, സ്റ്റാൻഡേർഡ് മാർക്കുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ലിസ്റ്റ് ഓഫ് സർട്ടിഫൈഡ് ആയുഷ് ഓർഗനൈസേഷൻ ആൻഡ് പ്രൊഡക്ട്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ലിസ്റ്റ് ഓഫ് ആയുഷ് പ്രൊഡക്ട്സ് ആൻഡ് എന്താ പറയാ ഓർഗനൈസേഷൻ എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഞാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾ നോക്കിയോ, ഇന്നത്തെ പോലെ 27 കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്ന സമയത്ത് വെറും 16 മാത്രമേ 316 മാത്രമേ ഇന്ത്യയിൽ ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ, ആയുഷ് സ്റ്റാൻഡേർഡും പ്രീമിയം കൂടി. അതിൽ വെറും 7 മാത്രമേ എന്താ പറയാ നമ്മളെ കമ്പനിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ എണ്ണായി 27 എണ്ണായി. ഓക്കെ, അന്ന് ബേസിക് ആയിട്ടുള്ള നോവേദന ജെല്ല്, വൂണ്ട് ഹീലിംഗ്, ബ്ലഡ് പ്യൂരിഫയർ, കഫ്നില്, ലിവഗെയിന് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആയുഷ് പ്രീമിയം മാത്രമുള്ളത്. ഓക്കെ, ഇന്നോ ഈ ഡിപ്പാർട്ട്മെന്റ് ആണ് ആയുഷ് എന്ന് പറയുന്നത്. അത് ആരുടെ അണ്ടറിലാണ്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യന്റെ അണ്ടറിലാണ്. QCI ന്റെ അണ്ടറിലാണ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗൂഗിളിൽ
സെർച്ച് ചെയ്ത് സത്യമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ